നോമ്പും കഴിഞ്ഞ് പെരുന്നാളും കഴിഞ്ഞ് വലിയ പെരുന്നാളാവാനായി. എന്നിട്ടും ഈ സീരീസിലെ വീഡിയോസ് മാത്രം അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടില്ല. സാരല്ല, ഇങ്ങനെയൊക്കെയല്ല നമ്മൾ കൺസിസ്റ്റൻസി പഠിക്കുക. പറഞ്ഞു വന്നത്, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറയാൻ വന്ന ആ ഒരു ഇഫ്താർ വ്ലോഗാണ് ഇട്ടത്. ആസ് യൂഷ്വൽ സമോസും കട്ട്ലേറ്റ് ഒന്നും ഇല്ലാതെ നമുക്ക് എന്ത് ഇഫ്താറല്ലേ. സമോസും കട്ട്ലേറ്റും മാത്രമൊന്നുമല്ല, നമ്മളെ മൊഹബത്ത് കസറത്തും ലൈമും തരിക്കഞ്ഞിയും അങ്ങനെ ഒരു നീണ്ട ലിസ്റ്റ് മെനുവിനെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മളെ അപ്പാർട്ട്മെന്റിലെ കിച്ചൺ കുറച്ച് ചെറുതായതുകൊണ്ട് ഫുഡ് ഉണ്ടാക്കാൻ നേരത്തെ ആകെപ്പാടൊരു ഉന്തും തള്ളുമായിരുന്നു കേട്ടോ കിച്ചണിൽ. എന്തായാലും ബാങ്ക് കൊടുക്കണേൻ്റെ ഒരു അരമണിക്കൂർ മുന്നേ നമ്മളെല്ലാ ഫുഡും സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ആൾക്കാർ കുറേ ഉള്ളതിനെ കൊണ്ട് തന്നെ ഓരോരുത്തർക്കും ഓരോ ഡ്യൂട്ടി കൊടുത്തുകൊണ്ട് കറക്റ്റ് ടൈമിന് എല്ലാവരും പണി തീർത്തിട്ടുണ്ട് എന്തായാലും. അങ്ങനെ കാത്തിരുന്ന് ലാസ്റ്റ് ബാങ്ക് കൊടുക്കാനുള്ള സമയമായപ്പോക്കിനും എല്ലാ ഐറ്റംസും നമ്മൾ ഹാളിൽ കൊണ്ടുവച്ചു. അങ്ങനെ സ്നാക്സും ഫ്രൂട്ട്സും ജ്യൂസും തരിക്കഞ്ഞും പായസവും എല്ലാം കൂടെ ഒരു സംഖ്യക്കുള്ള ഐറ്റംസ് ഉണ്ടായിരുന്നേ. ലാസ്റ്റ് ബാങ്ക് കൊടുത്തു, നമ്മൾ ഈത്തപ്പഴം വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ നമ്മൾ ലിസ്റ്റിലുള്ള ഓരോരോ ഐറ്റംസ് ആയിട്ട് വന്നു കേട്ടോ. വാട്ടർമെലൺ ജ്യൂസ് വന്നു, അത് കഴിഞ്ഞിട്ട് ലൈം വന്നു, പിന്നെ നല്ല കിടിലം ബീഫ് കട്ട്ലേറ്റും നല്ല അടിപൊളി ചിക്കൻ സമൂസയും പിന്നെ മുട്ട പപ്സും. ഇത്രയും ഫുഡ് ഐറ്റംസ് ഉണ്ടാക്കി വെച്ചത് ബാക്കിയാവുന്നുള്ള ഒരു പേടും വേണ്ട. നമ്മളെ കൂട്ടത്തിലുള്ള എല്ലാവരും നല്ല പോളിങ്ങിന്റെ ആൾക്കാരാണ്. എന്തായാലും ഉണ്ടാക്കിയ ഒറ്റ ഫുഡ് പോലും ബാക്കി വന്നിട്ടില്ല. നമ്മളെ പിള്ളേരെ എല്ലാം കാലിയാക്കി തന്നിട്ടുണ്ട്. പിന്നെ നമ്മളെ വീട്ടിൽ എന്ത് പരിപാടി ഉണ്ടെങ്കിലും ഫാസിന്റെ ബിരിയാണി അത് മസ്റ്റാ. ഈ നോമ്പിന് നമ്മൾ നല്ല കിടിലം ബീഫ് ബിരിയാണിയും ചിക്കൻ ഫ്രൈ ആയിരുന്നിട്ട് ഉണ്ടാക്കിയത്. ഇത്രയൊക്കെ ആയിരുന്നിട്ടോ നമ്മളെ ലിത്വാനിയയിലെ ഒരു നോമ്പിന്റെ വ്ലോഗ്. ബാക്കി വീഡിയോ നമുക്ക് ഈദിന്റെ വിശേഷങ്ങളായിട്ട് കാണാട്ടോ.